അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അമയ KV 9th E. ഞാൻ ദേവാംഗന P 8th A. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യയെ, വന്ദിപ്പിൻ വരദയെ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യയെ, വന്ദിപ്പിൻ വരദയെ. എത്രയും തപശക്തി പൂട്ടജമാതന്നു സത്രാജിത്തിനു പണ്ടു സഹസ്രകരൻ പോലെ പശ്ചിമരത്നാകരം പ്രീതിയാൽ ദാനം ചെയ്ത. ഇന്ന് മാർച്ച് 13. കേരളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ ശ്രീ വള്ളത്തോൾ നാരായണ മേനോന്റെ ഓർമ്മദിനം. മലപ്പുറം ജില്ലയിലെ തിരൂരിലെ മംഗലത്തെ ചെന്നറയിൽ കടുങ്ങോട്ടെ മല്ലിശ്ശേരി ദാമോദരൻ ഇളയത്തിന്റെയും കുട്ടിപ്പാറു അമ്മയുടെയും മകനായി 1878 ഒക്ടോബർ 16 വള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചു. അദ്ദേഹം ഔപചാരിക വിദ്യാഭ്യാസം നേടിയില്ല, പക്ഷേ സംസ്കൃത ഭാഷയിൽ പരിശീലനം നേടി. ആദ്യം സംസ്കൃത പണ്ഡിതനായ വാര്യംപറമ്പിൽ കുഞ്ഞൻ നായരുടെ കീഴിലും പിന്നീട് അമ്മാവൻ രാമനുണ്ണി മേനോന്റെ കീഴിലും സംസ്കൃത കവിതാ ലോകത്തേക്ക് പരിചയപ്പെടുത്തി. രാമനുണ്ണി മേനോൻ അദ്ദേഹത്തിന് അഷ്ടാംഗ ഹൃദയം എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥവും പഠിപ്പിച്ചു. നാരായണ മേനോൻ താമസിയാതെ അമ്മാവനെ വൈദ്യശാസ്ത്രത്തിലും അധ്യാപനത്തിലും സഹായിക്കാൻ തുടങ്ങി. പറക്കുളം സുബ്രഹ്മണ്യ ശാസ്ത്രി, കൈക്കുളങ്ങര രാമവാര്യർ എന്നിവരുടെ കീഴിൽ തത്വശാസ്ത്രത്തിലും യുക്തിയിലും 1 വർഷം പരിശീലനം നേടി. 12ാം വയസ്സ് മുതൽ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങി. കിരാത ശതകം, വ്യാസാവതാരം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യകാല കൃതികൾ. പിന്നീട് ഭാഷാപോഷിണി, കേരള സഞ്ചാരി, വിജ്ഞാന ചിന്താമണി തുടങ്ങിയ മാസികകളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന സാഹിത്യ സംരംഭം വാൽമീകിയുടെ രാമായണത്തിന്റെ മലയാളത്തിലേക്കുള്ള വിവർത്തനം ആയിരുന്നു. 1905 ആരംഭിച്ച ഇതിന്റെ പണി പൂർത്തിയാക്കാൻ 2 വർഷമെടുത്തു. 1913 മഹാകാവ്യമായ ചിത്രയോഗം പ്രസിദ്ധീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിന് മഹാകവി എന്ന പദവി ലഭിച്ചു. പരമ്പരാഗത മഹാകാവ്യത്തിന്റെ എല്ലാ തത്വങ്ങളും ചിത്രയോഗം പാലിക്കുകയും 18 സർഗങ്ങളായി വിഭജിക്കുകയും ചെയ്തിരുന്നു. കഥാസരിത് സാഗരത്തിൽ നിന്നെടുത്ത ചന്ദ്രസേനന്റെയും താരാവലിയുടെയും കഥയായിരുന്നു ഈ കാവ്യകൃതിയുടെ പ്രമേയം. 1913 ഗംഗാപതി എന്ന കൃതിയിൽ ശിവനെതിരെ പാർവതിയുടെ പ്രതിഷേധവും 1914 ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കൃതിയിൽ ഉഷ തന്റെ പ്രണയത്തിനു വേണ്ടി പിതാവിനെ ധിക്കരിക്കുന്നതും വള്ളത്തോൾ അവതരിപ്പിച്ചു. 1917 അദ്ദേഹത്തിന്റെ 11 വാല്യങ്ങളുള്ള കൃതിയായ സാഹിത്യമഞ്ജരിയുടെ ആദ്യ ഭാഗം പ്രസിദ്ധീകരിച്ചു. നാഥ തവാജ്ഞകൾ കേട്ടു നടക്കാതെ നാനാപരാധങ്ങൾ ചെയ്തു പോയി ഞാൻ. ശാസിതാവായോനേ സർവം ക്ഷമിച്ചു തൻ ദാസിയെ തൃക്കാൽക്കൽ നിർത്തേണമേ. മുട്ടുവിൻ വാതിൽ തുറക്കുമെന്നങ്ങുന്ന് പട്ടാങ്ങമായി ചൊന്നതോർത്തുകൊണ്ടേ താവകാനുഗ്രഹദ്വാരത്തിൽ മുട്ടുമി പാവത്തിനേകുകിങ്ങുൾ പ്രവേശം. അല്ലൽ പെരുങ്കടൽ കല്ലോലമാലയിൽ തെല്ലല്ലലഞ്ഞു കുഴങ്ങുന്നു ഞാൻ. ഏഴയാമെന്നെ കര
കരേറ്റുവാൻ മറ്റാരുണ്ടാഴിക്കുമീതേ നടന്നവനെ ലീലയാ കണ്ടു ചിരിപ്പാനായി വഞ്ചകൻ മേലെ വിരിച്ചിട്ട പുൽപ്പരപ്പിൽ മേയാനായി ചെന്നൊരു പെൺമാൻ നിരാലംബയായിത വീണുപോയി മുൾക്കുഴിയിൽ. തേൻമൊഴിയാളിതു ചൊന്നതോടൊപ്പമേ തേങ്ങിക്കരഞ്ഞുപോയി തെല്ലുനേരം. അബ്ബാഷ്പവർഷത്തിലീശന്റെ ഹൃത്സരസ്സുൽ പൂർണ്ണമായി മഗ്ദലന മറിയം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഖണ്ഡകാവ്യം മലയാളത്തിൽ ക്രിസ്ത്യൻ പ്രതീകാത്മകതയുടെ ഒരു പുതിയ പാരമ്പര്യത്തിന് വഴിയൊരുക്കി. തീയിനെ പോലും തണുപ്പിക്കുമി പൊൻതൃക്കൈയിനാൽ തീർത്തവളല്ലോ ഞാനും. ദുഷ്ടപ്പരുന്തിന്റെ വായിൽ നിന്നീ ഗതി കെട്ട കപോതിയെ ദീനബന്ധോ അഞ്ജസാ വീണ്ടെടുത്തൻ തിരുമേനിതൻ പഞ്ചരം തന്നിൽ അണക്കേണമേ. കഥകളിയെ പുനരുജ്ജീവിപ്പിച്ചത് വള്ളത്തോളാണ്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ആധുനിക കേരളത്തിൽ കഥകളി എന്ന കലയുടെ പുനരുജ്ജീവനത്തിന് പ്രധാന കാരണം വള്ളത്തോളിന്റെയും കേരള കലാമണ്ഡലത്തിന്റെയും ശ്രമങ്ങളാണ്. 1950 നും 1953 ഇടയിൽ അദ്ദേഹം നടത്തിയ വിദേശ പര്യടനങ്ങളിലൂടെ ഈ കലയോടുള്ള ലോകത്തിന്റെ താല്പര്യം മനസ്സിലാക്കിയ അദ്ദേഹം കഥകളിയെ ജനകീയമാക്കുന്നതിന് മുന്നിട്ടിറങ്ങി. വള്ളത്തോൾ മലയാള ഭാഷയിലെ ഒരു ദേശീയവാദിയായിരുന്നു. അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്തു. 1922 1927 നടന്ന ഇന്ത്യൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും 1922 ഇന്ത്യ സന്ദർശന വേളയിൽ വെയിൽസ് രാജകുമാരൻ നൽകിയ രാജകീയ ബഹുമതി നിരസിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നിരവധി ദേശസ്നേഹ കവിതകളും അദ്ദേഹം എഴുതി. ലോകമേ തറവാടു തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മതാനഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ താരകമണിമാല ചാർത്തിയാലതും കൊള്ളാം കാരണിച്ചളി നീളെ പുരണ്ടാലതും കൊള്ളാം ഇല്ലിക സംഘം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വികായ സവണ്ണമെൻ ഗുരുനാഥൻ ദുർജന്തുവിഹീനമാം ദുർലഭതീർത്ഥഹൃദം കജ്ജളോദ്ഗമമില്ലാത്തോരു മംഗളദീപം പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യ മഹാനിധി പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവെന്നാചാര്യൻ. മഹാത്മാഗാന്ധിയുടെ വലിയ ആരാധകനായി വള്ളത്തോൾ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് എന്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതി. ശീലവും
സാക്ഷാത് കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവുമൊരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചൊല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് ശ്രീ കെ മനോജ് മാസ്റ്റർ, DEO ഇൻചാർജ് തളിപ്പറമ്പ് ആണ്. പ്രിയമുള്ളവരെ, ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തനത് പ്രവർത്തനമായ വിദ്യാഗീതം സ്കൂൾ റേഡിയോക്ക് എൻ്റെ സ്നേഹാശംസകൾ. ഇന്ന് മലയാളത്തിന്റെ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ വള്ളത്തോൾ നാരായണ മേനോന്റെ ഓർമ്മദിനത്തിൽ നിങ്ങളുടെ ഒപ്പം ചേരുവാനും കുറച്ചു കാര്യങ്ങൾ സംസാരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ആധുനിക മലയാള കവിതയിലെ യുഗസ്രഷ്ടാക്കളിൽ ഒരാളായ വള്ളത്തോളാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. കുട്ടൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്. മാതുലനായ രാവുണ്ണി മേനോനിൽ നിന്ന് സംസ്കൃതവും ആയുർവേദവും, കൈക്കുളങ്ങര രാമവാര്യരിൽ നിന്നും സുബ്രഹ്മണ്യ ശാസ്ത്രിയിൽ നിന്നും തർക്കശാസ്ത്രവും അഭ്യസിച്ചു. പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയുമായുള്ള സൗഹൃദത്തിലൂടെ ഒട്ടനേകം കവിപ്രമുഖരെ പരിചയപ്പെടാനിടയായി. കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാർ, നടുവത്ത് അച്ഛനും മകനും, കൂനയെഴുത്തു പരമേശ്വര മേനോൻ മുതലായ കവികളുമായുള്ള സൗഹൃദവും ജന്മസിദ്ധമായ കവിത്വവാസനയും വള്ളത്തോളിനെ പുതിയൊരു കാവ്യലോകത്തേക്ക് നയിച്ചു. കവിതയോടെന്ന പോലെ കഥകളിയോടും വലിയ കമ്പമായിരുന്നു. ശ്ലോകങ്ങളായിരുന്നു എഴുതി തുടങ്ങിയത്. ആനുകാലികങ്ങളിൽ നിന്ന് നിരന്തരം കവിതകൾ എഴുതി. 21 വയസ്സിലാണ് ഇദ്ദേഹം ഋതുവിലാസം എഴുതിയത്. കാളിദാസന്റെ കാവ്യശൈലിയോടുള്ള വിധേയത്വം ഇതിൽ തെളിഞ്ഞു കാണാം. സംസ്കൃത കവികൾ ഉപയോഗിച്ചു വന്നിരുന്ന വൈദർഭി രീതിയാണ് ചിത്രയോഗം എന്ന കാവ്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. വള്ളത്തോൾ ഗോപാലമേനോൻ, കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ, കേശവൻ നായർ എന്നിവർക്കൊപ്പം പകർന്നെഴുതിയ പഞ്ചതന്ത്രം മണിപ്രവാള കാവ്യം ശ്രദ്ധിക്കപ്പെട്ടതോടെ വള്ളത്തോൾ കമ്പനി എന്ന പ്രയോഗം മലയാള സാഹിത്യരംഗത്ത് പ്രചാരത്തിൽ വന്നു. ആയുർവേദം നന്നായി മനസ്സിലാക്കിയിരുന്ന വള്ളത്തോൾ കണ്ണു ചികിത്സയെ ആസ്പദമാക്കി നേത്രാമൃതം എന്ന ചെറിയ കൃതി രചിക്കുകയുണ്ടായി. ഉന്മത്ത രാഘവം എന്ന സംസ്കൃത കാവ്യം വിവർത്തനം ചെയ്തത് 4 ദിവസം കൊണ്ടാണ്. 27-ാം വയസ്സിൽ തൃശൂരിലെ കേരള കൽപ്പദ്രുമം പ്രസിൽ മാനേജരായി നിയമിക്കപ്പെട്ടതോടെ വള്ളത്തോളിന്റെ സാഹിത്യ വീക്ഷണവും സാഹിത്യ ബന്ധങ്ങളും കൂടുതൽ വിശാലമായി. രസികരഞ്ജിനിക്കു വേണ്ടി തപതി സംവരണം വഞ്ചിപ്പാട്ടായി ഇദ്ദേഹം എഴുതി. ചമ്പൂ ശ്ലോക രചനയിലും സമർത്ഥനായ വള്ളത്തോൾ പ്രാചീന ഭാരതീയ കാവ്യ സംസ്കാരത്തെ അകമഴിഞ്ഞ് ആരാധിച്ചിരുന്നു. കേരള കൽപ്പദ്രുമത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഏതാണ്ട് 700 ദിവസം കൊണ്ട് വാൽമീകി രാമായണം മുഴുവൻ ഇദ്ദേഹം വിവർത്തനം ചെയ്തു. 31-ാം വയസ്സിൽ ആകസ്മികമായി ബാധിച്ച കർണരോഗം മഹാകവിയെ ബധിരനാക്കി മാറ്റി. നിരന്തരമായ ചികിത്സകളും ഉപാസനകളും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. നിരാശയും വേദനയും നിറഞ്ഞു നിന്ന ആ കാലഘട്ടത്തിൽ എഴുതിയതാണ് ബധിരവിലാപം. എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ കൂടുതൽ പ്രവർത്തന നിരതനായ വള്ളത്തോൾ പിന്നീട് എഴുതിയത് വിലാസലതിക എന്ന ശൃംഗാര കാവ്യമാണ്. 1913 രചിച്ച ചിത്രയോഗം എന്ന മഹാകാവ്യം പരമ്പരാഗതമായ കാവ്യാഭിരുചിയിൽ നിന്നാണ് ആവിഷ്കൃതമായത്. ഭാരതീയ പാരമ്പര്യത്തിലും പുരാണ കഥന സമ്പ്രദായത്തിലും ഊറ്റം കൊണ്ടിരുന്ന വള്ളത്തോൾ പുരാണങ്ങളിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും തന്റെ കാവ്യ വിഷയങ്ങളെയും കഥാപാത്രങ്ങളെയും കണ്ടെത്തിയിരുന്നത്. ആർഷ പൗരാണികതയും കാൽപ്പനിക ഭാവങ്ങളും ഉറഞ്ഞുകൂടിയ വിശ്വാസ സംഹിതകളായിരുന്നു വള്ളത്തോളിന്. കമലാലയ ബുക്ക് ഡിപ്പോ ആവശ്യപ്പെട്ടതനുസരിച്ച് 18 പുരാണങ്ങളിൽ ചിലത് 1915-17 കാലയളവിൽ വള്ളത്തോൾ വിവർത്തനം ചെയ്യുകയുണ്ടായി. പഴമയെ പുതിയ ഭാവ സൗന്ദര്യത്തിലേക്ക് ആസ്വാദ്യമായി പരാവർത്തനം ചെയ്യാൻ
ഇദ്ദേഹത്തിന് കഴിഞ്ഞു. നിയോ ക്ലാസിക് പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കാവ്യരചന നടത്തിയിരുന്ന വള്ളത്തോൾ ചുവട് മാറ്റുന്നത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കൃതിയോടെയാണ്. കാൽപ്പനികതയിലേക്കുള്ള വ്യതിയാനമായിരുന്നു അത്. സമൂഹത്തിലെ സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളെക്കുറിച്ച് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞ കവിയും വള്ളത്തോൾ തന്നെയാണ്. പുതിയ മാനവികതയുടെ വെളിച്ചം റഷ്യൻ വിപ്ലവത്തിന്റെ പ്രതിഫലനമായി ലോകമെങ്ങും പടർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അതിന് കൂടുതൽ പ്രചാരം നൽകാൻ വള്ളത്തോളിനെ പോലെയുള്ള കവികൾ ശ്രമിച്ചു. കാറുകണ്ട കർഷകൻ, നാളെ, മാപ്പ് തുടങ്ങിയ വിപ്ലവ കവിതകളിൽ ജീവിതാവബോധത്തിന്റെ പുതിയ ദിശാസൂചികകളാണ് തെളിയുന്നത്. സർവമത സാഹോദര്യത്തിന്റെ കാവ്യചേതനയാണ് മഹാകവിയിൽ തുടിച്ചു നിന്നത്. 1921 പുറത്തിറങ്ങിയ മഗ്ദലന മറിയം എന്ന കാവ്യം മതവിശ്വാസികളുടെയും കാവ്യ ആസ്വാദകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. 1927 പ്രസിദ്ധീകരിച്ച കൊച്ചു സീത, 1936 രചിച്ച അച്ഛനും മകളും എന്നീ നാടക കാവ്യങ്ങളും പുതുമ കൊണ്ടും കാൽപ്പനിക ശൈലി കൊണ്ടും വ്യത്യസ്തമാണ്. വള്ളത്തോൾ കവിതയുടെ സമുച്ചയമായ സാഹിത്യമഞ്ജരി മലയാള സാഹിത്യത്തിന്റെ ഒരു കാലഘട്ടത്തിലെ ഊർജവും പ്രഭാവവും വഹിച്ചു നിൽക്കുന്നു. വിവർത്തന സാഹിത്യത്തിന് വള്ളത്തോൾ നൽകിയ സംഭാവനകൾ അദ്വിതീയമാണ്. ഋഗ്വേദ സംഹിത, അഭിജ്ഞാന ശാകുന്തളം, സ്വപ്ന വാസവദത്തം, ഗ്രാമ സൗഭാഗ്യം, രുക്മിണി ഹരണം, പത്മദളം തുടങ്ങിയ മൊഴിമാറ്റങ്ങൾ അതിൻ്റെ ഭാവാത്മകത ഒട്ടും ചോർന്നു പോകാതെയാണ് മഹാകവി മലയാളത്തിലാക്കിയത്. വെറും 2.5 വർഷം കൊണ്ടാണ് ഋഗ്വേദ സംഹിതയിലെ 1017 സൂക്തങ്ങൾ ഇദ്ദേഹം വിവർത്തനം ചെയ്തത്. ക്ലാസിസത്തിന്റെ മണ്ണിലാണ് വള്ളത്തോൾ കാലൂന്നിയത്. വേദങ്ങളും പുരാണങ്ങളും മലയാള കാവ്യഘടകത്തിലേക്ക് ഇദ്ദേഹം കൊണ്ടുവന്നു. അഗാധമായ ധാർമ്മിക ബോധവും ആർഷമായ കാവ്യഭാവനയുമാണ് മഹാകവിയെ മുന്നോട്ട് നയിച്ചിരുന്നത്. അന്ത്യകാലം വരെയും സംസ്കൃത ക്ലാസിക്കുകൾക്ക് മലയാള രൂപം നൽകാൻ വള്ളത്തോൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഏതു വിഷയത്തെയും അയത്ന ലളിതമായും നാടകീയ ഭാവത്തിലും അവതരിപ്പിക്കാനുള്ള അഭ്യാസ പാടവം ഇദ്ദേഹത്തിന്റെ കൈമുതലായിരുന്നുവെന്ന് പറയാം. കാലത്തിന്റെ ദ്രുതഗതിയിലേക്കുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞു പ്രതികരിക്കാൻ തുടങ്ങിയിടത്താണ് വള്ളത്തോളിലെ കാവ്യപ്രതിഭ പുതുമാനങ്ങൾ കൈവരിച്ചു തുടങ്ങിയത്. വള്ളത്തോളിന്റെ കാവ്യജീവിതത്തെ നിർണായകമായി സ്വാധീനിച്ച 2 ഘടകങ്ങളായിരുന്നു ഗാന്ധിജിയുടെ ജീവിതവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും. വൈക്കം സത്യാഗ്രഹത്തിനിടെ ഗാന്ധിജിയെ നേരിട്ട് കാണാനിടയായതോടെ വള്ളത്തോൾ അദ്ദേഹത്തിന്റെ ആരാധകനായി തീർന്നു. മലയാളത്തിലെ ദേശഭക്തിപരമായ കവിതയിൽ അഗ്രിമസ്ഥാനം പുലർത്തുന്ന ഭാരതമെന്ന പേർ കേട്ടാൽ എഴുതി തുടങ്ങിയതും വള്ളത്തോൾ നാരായണ മേനോനാണ്. ചമ്പു കവിതയിൽ നിന്ന് ചലനാത്മകമായ ആധുനിക കാവ്യ സങ്കേതങ്ങളിലേക്ക് സാഗൂതം നടന്നുകയറിയ വള്ളത്തോളിന് കലയും കവിതയുമായിരുന്നു ജീവിതം. കിളിക്കൊഞ്ചൽ, ശിഷ്യനും മകനും, എൻ്റെ ഗുരുനാഥൻ, മാതൃവന്ദനം തുടങ്ങിയ കവിതകൾ അതിപ്രശസ്തങ്ങളാണ്. ബ്രിട്ടീഷ് രാജകുമാരൻ നൽകിയ പട്ടും വളയും നിരസിക്കാനുള്ള ധീരത കാട്ടിയ കവി കൂടിയായിരുന്നു ഇദ്ദേഹം. 1948 മദ്രാസ് സർക്കാർ ഇദ്ദേഹത്തെ ആസ്ഥാന കവിയായി പ്രഖ്യാപിച്ചു. സമസ്ത കേരള പരിഷത്ത് അധ്യക്ഷ സ്ഥാനവും കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷ സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. 1955 രാഷ്ട്രം ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി. വിവർത്തകൻ എന്ന നിലയിലും വള്ളത്തോളിന്റെ സംഭാവനകൾ മഹത്തരമാണ്. വാൽമീകി രാമായണത്തിനു പുറമെ അഭിജ്ഞാന ശാകുന്തളം, ഋഗ്വേദം, മാതംഗലീല, പത്മപുരാണം, മാർക്കണ്ഡേയ പുരാണം, വാമന പുരാണം, മത്സ്യപുരാണം, സ്വപ്നവാസവദത്തം തുടങ്ങിയവയും അദ്ദേഹം വിവർത്തനം ചെയ്തു. വിവർത്തനം കൊണ്ട് കേരള വാൽമീകി എന്നറിയപ്പെട്ടു. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലിനൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ.
അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നു 1958 മാർച്ച് 13 കേരളത്തിന്റെ മഹാകവികളിലൊരാളായ വള്ളത്തോൾ നാരായണ മേനോൻ അനശ്വരങ്ങളായ ഒരുപാട് കാവ്യങ്ങൾ കൈരളിക്ക് നൽകി ഓർമ്മയായി മറഞ്ഞത്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.